ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ടോപ്പിക്കും ഞാൻ വിത്ത് ക്വസ്റ്റ്യൻസിന്റെ സഹായത്തോടു കൂടിയാണ് പറഞ്ഞു പോവുക. ഓക്കെ, ഇനി ഞാൻ എന്താണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമറിൽ PSC പറഞ്ഞിരിക്കുന്നു ടൈപ്സ് ഓഫ് സെന്റൻസ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നൗണ്, പ്രോനൗണ്, അല്ലേ, പിന്നെയോ വെർബ്, ആഡ്വെർബ്, അല്ലേ, കൺജങ്ഷൻ, പ്രപ്പോസിഷൻ, ഇന്റർജെക്ഷൻ, അല്ലേ, പിന്നെ ഏതോ ഒന്നെണ്ണം വിട്ടിട്ടുണ്ടല്ലോ, നൗണ്, പ്രോനൗണ്, വെർബ്, ആഡ്വെർബ്, അഡ്ജക്റ്റീവ്. ഓക്കെ, അങ്ങനെ 8 പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ 8 എണ്ണം ഉള്ളത്. ഈ സംഗതി തന്നെയാണ് ഇത് അവിടെ എടുത്ത് പിന്നെയും പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പ്രപ്പോസിഷൻ? ഇത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പിന്നെ കോറിലേറ്റീവ് മീൻസ്, ദാറ്റ് ഈസ് കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. ഓക്കെ, അതാ കൺജങ്ഷൻ അവിടെ പറഞ്ഞില്ലേ. അപ്പൊ ഈ പറഞ്ഞ പ്രപ്പോസിഷനും ഇന്റർജെക്ഷൻ പഠിക്കാനില്ല, ബാക്കി 7 എണ്ണം പഠിക്കാനുണ്ട്. അപ്പോൾ പ്രപ്പോസിഷനും കൺജങ്ഷനും കൃത്യമായിട്ട് എടുക്കും. ബാക്കിയുള്ള ഈ നൗണും പ്രോനൗണും വെർബും ഒക്കെ എടുക്കും, എല്ലാം എടുക്കും. ആർട്ടിക്കിൾസ്, അഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് വെർബ് അഗ്രിമെന്റ്, ദാറ്റ് മീൻസ് കോൺകോഡ്, പിന്നെ ഓക്സിലറി വെർബ്, മോഡൽ വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട്, ടെൻസസ്, പിന്നെ ടെൻസസ് ഇൻ കണ്ടീഷൻ സെന്റൻസ്, ഇഫ് ക്ലോസ് ഇല്ല നമ്മുടെ, ഇഫ് ക്ലോസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് ദ സെന്റൻസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. പിന്നെ വൊക്കാബുലറി വിഭാഗത്തിൽ സിംഗുലർ, പ്ലൂറൽ, ജെൻഡേഴ്സ്, കളക്റ്റീവ് നൗൺസ്, പിന്നെ അതുപോലെ പ്രിഫിക്സ് ആൻഡ് സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആന്റണിംസ്, ഫ്രേസൽ വെർബ്സ്, ഫോറിൻ വേർഡ്സ്, ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, വേർഡ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ്, ഇഡിയംസ്, പിന്നെ അബ്രിവേഷൻസ്. ഇത്രയും കാര്യങ്ങൾ എടുത്തു പോകും. ആരവിടെ ചോദിച്ചത്? 5 ചോദിച്ചു. ബേസ് മുതൽ എടുക്കില്ല, ബേസ് മുതൽ തന്നെയാണ് എടുക്കുക. ഏറ്റവും ബേസ് മുതൽ എന്ന അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകും. പക്ഷേ വളരെ വേഗത്തിലാണ് പറഞ്ഞു പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം തീർക്കണം. അതുകൊണ്ട് ബേസ് മുതലാണ് പറയുക, പക്ഷെ അഡ്വാൻസ്ഡ് ഒഴിവാക്കാൻ പറ്റില്ല. പരീക്ഷ കനത്ത് കഴിഞ്ഞാൽ മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ബേസും അഡ്വാൻസും പറഞ്ഞു പോകും. ഇംഗ്ലീഷ് തീരെ അറിയാത്തവർ കുറച്ചധികം സമയം ഉപയോഗിച്ച് പഠിക്കുക. അത്യാവശ്യം അറിയാവുന്നവർ ജസ്റ്റ് ലൈവ് മാത്രം കണ്ടാലും മതിയാവും. ഓക്കെ, നിങ്ങൾ എന്ത് സംശയം വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട. അതിനാണ് ലൈവ് എടുക്കുന്നത്. അങ്ങനെയാണ് ഇതാ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും വളരെ ആക്റ്റീവ് ആയിരിക്കണം ക്ലാസ്സിൽ. ഓക്കെ, എനിവേ ലെറ്റ്സ് ബിഗിൻ ദിസ് സെഷൻ. ആദ്യത്തെ ടോപ്പിക് സിലബസ് പ്രകാരം നിങ്ങൾക്കറിയാം ടൈപ്സ് ഓഫ് സെന്റൻസ് ആണ്. സിമ്പിളായ കാര്യമാണ്, പക്ഷേ അവിടുത്തെ ചോദ്യങ്ങൾ വന്നാൽ തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക് വളരെ പെട്ടെന്ന് വളരെ ആഴത്തിൽ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ടൈപ്സ് ഓഫ് സെന്റൻസ് നോക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ സെന്റൻസുകളെ 4ആയി തിരിക്കാം. 4 തരത്തിലുള്ള സെന്റൻസുകളുണ്ട്. 1 അസർട്ടീവ് സെന്റൻസ്, 2 ഇന്ററോഗേറ്റീവ് സെന്റൻസ്, 3 എക്സ്ക്ലമേറ്ററി സെന്റൻസ്, 4 ഇമ്പറേറ്റീവ് സെന്റൻസ്. 4 തരത്തിലുള്ള സെന്റൻസുകളാണ് ഇംഗ്ലീഷിലുള്ളത്. അസർട്ടീവ്, ഇന്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഇമ്പറേറ്റീവ്. ഓക്കെ, അസർട്ടീവ്, ഓക്കെ, interrogative, exclamatory, imperative, AIEI എന്ന് ഓർത്തോക്കുക ജസ്റ്റ്. assertive, interrogative, exclamatory, imperative. What is assertive? Assertive എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെ നമ്മൾ സെന്റൻസുകൾ സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ടോ ഡിക്ലറേഷൻസ് ആയിട്ടോ പറയുന്ന കാര്യങ്ങളാണ്. സ്റ്റേറ്റ്മെന്റ്സ് ഓർ ഡിക്ലറേഷൻസ്. New Delhi is the capital of India. He is a good leader. He plays with passion. He is a humble man. His father was a lawyer. എന്തു ആവാം. ഇപ്പൊ അരുൺ പറയാണ്, അരുൺ കാരാട്ട് പറയാണ്, I am അരുൺ. So that's a statement, അല്ലേ? അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? അഞ്ജു is a good girl, ഞാൻ പറയാം. ശ്രീജിത്ത് is a good boy. ഒക്കെ സ്റ്റേറ്റ്മെന്റുകളാണ്, അല്ലെ? അത്തരം സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ഒന്ന് കമന്റ് ഇട്ടെ. സ്റ്റേറ്റ്മെന്റുകളെല്ലാം അസർട്ടീവ് സെന്റൻസുകളാണ്. സ്റ്റേറ്റ്മെന്റുകൾ, ഡിക്ലറേഷൻസ് ഒക്കെ അസർട്ടീവ് സെന്റൻസുകളാണ്, അല്ലെ ശ്രീജിത്തെ? യെസ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകാം. 2 ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. വാട്ട് ഈസ് ഇന്ററോഗേറ്റീവ്? ചോദ്യങ്ങളാണ്.
Where are you going? Who are you? Are you a student? Would you like coffee? Would you like coffee? അല്ലേ? അപ്പൊ നോക്കൂ, ഇതൊക്കെ ഇന്ററോഗേറ്റീവ് സെന്റൻസുകളാണ്. ചോദ്യമാണോ? ദാറ്റ് ഈസ് ഇന്ററോഗേറ്റീവ്. ഇന്ററോഗേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ചോദ്യമാണ്. ഇന്ററോഗേഷൻ. അപ്പോൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് മീൻസ് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളാണ്. അപ്പൊ ചോദ്യം കണ്ടാൽ ഇന്ററോഗേറ്റീവ്, സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ അസർട്ടീവ്, സ്റ്റേറ്റ്മെന്റ് അസർട്ടീവ്, സ്റ്റേറ്റ്മെന്റ് ഡിക്ലറേഷൻസും അസർട്ടീവ്, ചോദ്യങ്ങൾ ഇന്ററോഗേറ്റീവ്, ക്വസ്റ്റ്യൻസ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. അങ്ങനെ നമ്മൾ അടുത്തേക്ക് വരാം. എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേഷൻസ് ഒക്കെ പറയുന്നത് അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള എക്സൈറ്റ്മെന്റ്, ആവേശം, ഇമോഷൻസ്, വികാരം എന്നിവ പ്രകടിപ്പിക്കുന്ന സെന്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. We won! What a lovely bouquet of flowers! What a cute puppy! What an ugly bag! What a happy ending! ഇതെങ്ങനെയാണ് മനസ്സിലാവുക? ഇതിൻ്റെയൊക്കെ അറ്റത്തൊരു സാധനം ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ സെന്റൻസുകളുടെ അറ്റത്ത് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഈ എന്താ പറയുക കൊടക്കാൽ പോലത്തെ സാധനം, ആ സാധനം എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയി. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. ഇപ്പോൾ മൂന്നാം പഠിച്ചു, ഒന്ന് അസർട്ടീവ്, മറ്റൊന്ന് ഇന്ററോഗേറ്റീവ്. ഇപ്പൊ എക്സ്ക്ലമേറ്ററി. അസർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ്മെന്റും. എന്താണ് ശ്രീജിത്തെ അസർട്ടീവ് എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഡിക്ലറേഷൻസ്. എന്താണ് ശ്രീജിത്തെ ഇന്ററോഗേറ്റീവ്? ചോദ്യങ്ങൾ. എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്? എക്സ്ക്ലമേഷൻസ്, ഫീലിങ്സ് ഓർ എക്സൈറ്റ്മെന്റ്സ് ഓർ ഇമോഷൻസ് അല്ലെ? എക്സ്ക്ലമേറ്ററി ചിഹ്നമുള്ള, എക്സ്ക്ലമേഷൻ മാർക്കുള്ള സെന്റൻസുകൾ എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. നെക്സ്റ്റ് എന്താണ് അടുത്തത്? ഇംപെരേറ്റീവ് സെന്റൻസ്. ഇംപെരേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത ഏതെങ്കിലും തരത്തിലുള്ള ഓർഡർ, റിക്വസ്റ്റ്, കമാൻഡ്, വിഷ്, ആജ്ഞാപേക്ഷ, അനുവാദം, ആശംസ, ആഗ്രഹം തുടങ്ങിയ വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. സ്റ്റോപ്പ് ടോക്കിംഗ്, സ്റ്റോപ്പ് ടോക്കിംഗ് അല്ലേ? ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, പ്ലീസ് ഗിവ് മീ എ പെൻ ആൻഡ് പെൻസിൽ, ഡോണ്ട് ഗോ നൗ, കോൾ ഹിം. ഇതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ രൂപത്തിലുള്ള ഓർഡറോ റിക്വസ്റ്റോ കമാൻഡോ വിഷൊക്കെയാണ്. ഇത്തരം സെന്റൻസുകളാണ് ഇംപെരേറ്റീവ്. ഇവ പൊതുവെ വെർബിലാണ് ആരംഭിക്കുക. സ്റ്റോപ്പ്, ബ്രിങ് അല്ലെ, വെർബിലാണ്. ചിലപ്പോൾ അത് പ്ലീസിലായിരിക്കാം, ചിലപ്പോൾ കൈൻഡ്ലിയിലായിരിക്കാം, ചിലപ്പോൾ ലെറ്റസിലായിരിക്കാം, ചിലപ്പോൾ ഡോണ്ടിലായിരിക്കാം. യെസ്, നോക്കിയേ, ഒന്നുകിൽ പ്ലീസിലായിരിക്കും. അപ്പൊ ജനറലി വെർബിലായിരിക്കും ഈ വാക്യങ്ങൾ, പൊതുവെ വെർബിലായിരിക്കും ആരംഭിക്കുക. അതല്ലെങ്കിൽ പ്ലീസില്, കൈൻഡ്ലിയില്, ലെറ്റസില്, ഡോണ്ടിലൊക്കെ ആയിരിക്കും. കണ്ടുപിടിക്കാൻ സുഖ. ചിലപ്പോൾ ഡോണ്ട്, ചിലപ്പോൾ ലെറ്റസ്, ചിലപ്പോൾ കൈൻഡ്ലി, ചിലപ്പോൾ പ്ലീസ്. അതല്ലെങ്കിൽ ജനറലി വെർബിലായിരിക്കും. ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയി എന്ന് പറയണം. അശ്വതി ക്ലിയർ ആയി? വെരി ഗുഡ്, അശ്വതിക്ക് ക്ലിയർ ആയി. വേറെ ആർക്കും ക്ലിയർ ആയിട്ടില്ല ലൈവില് അല്ലേ? മഞ്ജുവിന് ക്ലിയർ ആയി, അനിതയ്ക്ക് ക്ലിയർ ആയി, ശ്രീജിത്തിന് ക്ലിയർ ആയി. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കുറെ പേർ കമന്റ് എങ്ങനെ ചെയ്യാന്ന് അറിയാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടോ? ഓക്കെ, യെസ്, ലൈവ് ഇന്ററാക്ഷൻ ആണ് അല്ലെ? ലൈവ് ഇന്ററാക്റ്റീവ് ആണ്. സോ യു ഹാവ് ടു ബി റെഡി ടു ഇന്ററാക്ട് വിത്ത് മീ ആൻഡ് യു ആർ ഓൾവേസ് ഫ്രീ ടു ഗെറ്റ് ക്ലിയർ യുവർ ഡൗട്ട്സ്. എന്തിനാ പഠിച്ചു വെക്കുന്നത്? നിങ്ങൾ തുടക്കക്കാരനാവാം, നിങ്ങൾ നന്നായി പഠിച്ചത് തന്നെ പുലിയായിട്ടിരിക്കുന്ന ആളാവാം. അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങളുടെ സംശയം എത്ര പൊട്ടത്തരായിക്കോട്ടെ, എത്ര നല്ലതായിക്കോട്ടെ, എത്ര സ്റ്റാൻഡേർഡ് ഉള്ളതായിക്കോട്ടെ, ഇവിടെ ചോദിക്കണം. ഓക്കെ, ക്ലിയർ ആവണം കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇംപെരേറ്റീവ് സെന്റൻസ്. അപ്പൊ 4 ടൈപ്പ് ഓഫ് സെന്റൻസ് നമ്മൾ പഠിച്ചു ഇംഗ്ലീഷില്. ഒന്ന് അസർട്ടീവ് സെന്റൻസസ്. ഓക്കെ, സോ എനിബഡി ഇസ് റെഡി ടു കം ടു ദ സ്റ്റേജ്? അശ്വതി, എന്റെ ചോദ്യം എത്രയല്ലോ, വളരെ സിമ്പിൾ. എന്താണ് അസർട്ടീവ് സെന്റൻസ്? Assertive sentence is it's a statement type question, statement type sentence ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ്? It's a question. എന്താണ് എക്സ്ക്ലമേറ്ററി? Exclamatory means നമ്മുടെ involved അങ്ങനെ exclamation ആയിട്ട് പറയുന്ന സെന്റൻസുകൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ്. വെരി ഗുഡ്. എന്താണ് ഇംപെരേറ്റീവ് സെന്റൻസസ്?
order or request. Okay, thank you. Thanks a lot. Thanks. Okay, കണ്ടോ, അതാണ് യാത്രക്കിടയിൽ നിന്ന് നമ്മുടെ റിക്വസ്റ്റ് സ്വീകരിച്ച് ചോദ്യത്തിന് മറുപടി തന്നിരിക്കണം. അപ്പൊ അതുപോലെ നിങ്ങൾ എല്ലാവരും തയ്യാറാവണം കേട്ടോ. അങ്ങനെ മടിയില്ലാത്തവർ, നിങ്ങൾ ഇതിൽ വന്ന് മറുപടി പറയാൻ മടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കം ടു ദി സ്റ്റേജ് ആൻഡ് റെസ്പോണ്ട് ടു മൈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എനിക്കത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. സംശയങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ കമന്റ് ആയിട്ട് ഇട്ടിട്ട് ചോദിക്കാം. അപ്പോൾ 4 എണ്ണം പഠിച്ചു. ഇനി ഞാൻ ഈ 4 കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ മനഃപൂർവ്വം വിട്ടു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തിരികെ വരാം. അതായത് നമ്മൾ അസർട്ടീവ് സെന്റൻസുകൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് പഠിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളോ അല്ലെങ്കിൽ ഡിക്ലറേഷൻസോ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ തന്നെ 2 പോയിന്റുകളുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസർട്ടീവ് സെന്റൻസിനെ 2ആയി തിരിക്കാം. ഒന്ന് അഫർമേറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകളാണ് അഫർമേറ്റീവ്. അതായത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അസർട്ടീവ് സെന്റൻസിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ടാവാം. അതെങ്ങനെയാ? ഇപ്പോൾ ഹി ഈസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ആണ്. ഹി ഈസ് നോട്ട് എ ഡോക്ടർ, ദാറ്റ് ഈസ് നെഗറ്റീവ്. വി ഹാവ് എ കാർ, സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞവയെല്ലാം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസർട്ടീവ് ആണ്. കാരണം ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഹി ഈസ് നോട്ട് എ ഡോക്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഹി ഈസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാലും സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദാറ്റ് ഈസ് അസർട്ടീവ് ആണ്. ഈ അസർട്ടീവിൽ തന്നെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവുകളെ നെഗറ്റീവ് എന്ന് തന്നെ പറയും, പോസിറ്റീവിനെ അഫർമേറ്റീവ് എന്ന് പറയും. അഫർമേറ്റീവ്. അപ്പോൾ പല ആൾക്കാർക്കും അറിയില്ല, പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ആണ്. ചില സ്ഥലത്ത് കാണാം അസർട്ടീവ് എന്ന് കാണാം, ചില സ്ഥലങ്ങളിൽ കാണാം അഫർമേറ്റീവ്. അതെന്താണ്? വാട്ട് ഈസ് അഫർമേറ്റീവ്, വാട്ട് ഈസ് അസർട്ടീവ് എന്നുള്ള അഫർമേറ്റീവും അസർട്ടീവും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. അസർട്ടീവ് സെന്റൻസ് തന്നെയാണ് അഫർമേറ്റീവ്. അസർട്ടീവ് സെന്റൻസുകൾ പോസിറ്റീവ് ആകുമ്പോൾ അതിനെ അഫർമേറ്റീവ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് ഞാൻ നേരത്തെ വിട്ടുപോയ കേസായിരുന്നു. അതുകൊണ്ട് കാരണം എന്താ പറയുക, പരീക്ഷയ്ക്ക് പേര് തന്നെ ചോദിക്കും സെന്റൻസുകളുടെ. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയാം. ഒന്ന്, നമ്മളിപ്പോൾ പഠിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. ടൈപ്സ് ഓഫ് സെന്റൻസ് പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ 4ആണ്. ഒന്ന് അസർട്ടീവ്, അതായത് സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റുകൾ, ഡിക്ലറേഷൻസ്. ഇതിനെ 2ആയി തിരിക്കാം, പോസിറ്റീവും നെഗറ്റീവും. നെഗറ്റീവിനെ നെഗറ്റീവ് എന്ന് തന്നെ പറയും, പോസിറ്റീവിനെ അഫർമേറ്റീവ് എന്ന് പറയും. പിന്നെ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ചോദ്യങ്ങളാണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളത്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഫീലിങ്സുകൾ എക്സ്പ്രസ് ചെയ്യുന്ന സെന്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പറേറ്റീവ് സെന്റൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമാൻഡ്, റിക്വസ്റ്റ്, സജഷൻസ്. ഇത് പൊതുവെ എങ്ങനെയായിരിക്കും? പൊതുവെ വെർബിലായിരിക്കും ആരംഭിക്കുക. ചില സമയത്ത് അത് പ്ലീസിലായിരിക്കാം, അല്ലെ? ചില സമയത്ത് അത് കൈൻഡ്ലിയിലായിരിക്കാം, ചിലപ്പോൾ ഡു നോട്ട്, അല്ലെ, ഡോണ്ടിലായിരിക്കാം, അല്ലെ? നമ്മളത് പഠിച്ചതാണ്. അല്ലെ, ഡോണ്ട് ലെറ്റേഴ്സിലായിരിക്കാം. കഴിയും. ഗോട്ട് ഇറ്റ്. ഇനി നമുക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. പ്രണവേ, ക്ലാസ് നൈറ്റ് ആക്കാനോ? എന്താ അങ്ങനെ? കൂടുതൽ ആളുകൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ നമുക്ക് ആലോചിക്കാം കേട്ടോ. ഇപ്പൊ നൈറ്റിൽ ഓൾറെഡി എനിക്ക് ക്ലാസ്സുകളുണ്ട്. നോക്കാം. ചോദ്യം 1ന്റെ ഉത്തരം നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യേ, നോക്കട്ടെ. Question number 1. It's a very wonderful opportunity. The sentence is. നോക്കട്ടെ. ആൻസർ പറയൂ, കമന്റ് ചെയ്യുന്ന സ്ഥലത്ത്. It's a very wonderful opportunity എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദിസ് ഈസ് an assertive sentence. ഓപ്ഷൻ സി ആണ് ശരി. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഓൾഡ് ആർ യു? ദിസ് സെന്റൻസ് ഈസ്. രണ്ടാമത്തേത്, ഹൗ ഓൾഡ് ആർ യു? ദിസ് സെന്റൻസ് ഈസ്. യെസ്, ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ദിസ് ഈസ് ആൻ ഇന്ററോഗേറ്റീവ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ്. ഇത് 2013 ചോദ്യമാണ്. യെസ്, വെരി ഗുഡ്. എന്താണ് മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്? ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്, അല്ലേ? മൂൺ, ചന്ദ്രൻ പ്രകാശിക്കുന്നത് രാത്രിയാണ്. സോ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്.
അല്ലേ? ഡിക്ലറേറ്റീവ് ഡിക്ലറേഷൻ ആണ്. സോ യെസ്, അസർട്ടീവ് സെന്റൻസ് ആണ്. അസർട്ടീവ് സെന്റൻസിനെ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കുക. ഡിക്ലറേറ്റീവ് അത് ഞാൻ പറഞ്ഞില്ല അല്ലേ? പറഞ്ഞില്ല. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള, പ്രഖ്യാപന രൂപത്തിലുള്ള വരുന്ന വാക്യങ്ങളാണ് അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്. അസർട്ടീവ് തന്നെയാണ് ഡിക്ലറേറ്റീവ്. അത് രണ്ട് തരത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്, അഫർമേറ്റീവ് നെഗറ്റീവ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം, നാലാമത്തെ. വിച്ച് ഈസ് ആൻ ഇമ്പരേറ്റീവ് സെന്റൻസ്? താഴെ തന്നിട്ടുള്ളതിൽ ഇമ്പരേറ്റീവ്. വിച്ച് ഈസ് ആൻ ഇമ്പരേറ്റീവ് സെന്റൻസ്? ഇതിൽ ഇമ്പരേറ്റീവ് ഏതാ? Is so cute, the plant is green. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് ഓപ്ഷൻ ഡി ആണ്? 2020 ചോദിച്ച ചോദ്യമാണ്. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? എങ്ങനെ മനസ്സിലായത്? ഈ ചോദ്യം ഒരു വെർബിലാണ് അല്ലേ? സോറി, ചോദ്യമല്ല, ഈ സെന്റൻസ് അല്ലേ? ഇനി വാട്ട് ഈസ് യുവർ ഓക്യുപ്പേഷൻ? ദ സെന്റൻസ് ഈസ് വാട്ട് ഈസ് യുവർ ഓക്യുപ്പേഷൻ? 2020 ചോദ്യമാണ്. ഉത്തരം പറഞ്ഞേ. അഞ്ചാമത്തെ അഞ്ചാമത്തേൻ്റെത് ബി ആണെന്നാ പറയുന്നത്. യെസ്, വെരി ഗുഡ്. കാരണം നമ്മുടെ ചോദ്യം ഉള്ളതാ അല്ലെ? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അതുകൊണ്ട് ഇത് ഇന്ററോഗേറ്റീവ് ആണ്. ഇനി നമുക്ക് അടുത്തേക്ക് വരാം. റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള അല്ലേ? റൈസ്, അരി അല്ലേ? അരി എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആഹാരമാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തായാലും സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും അസർട്ടീവ് സെന്റൻസുകളായിരിക്കും അല്ലേ? ഗുഡ്. അസർട്ടീവ് ആണ്, അഫർമേറ്റീവ് ആണ്, പോസിറ്റീവായ കാര്യമാണ്. ഏഴാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ 8 അല്ല 7. ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി is my favorite food is an example of what kind of sentence? Declarative, imperative, interrogative and exclamatory. വെരി ഗുഡ് അശ്വതി, പ്രണവ്, വെരി ഗുഡ്. എന്താ? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദിസ് ഈസ് എ ഡിക്ലറേറ്റീവ് ആണ് അല്ലേ? ദാറ്റ് മീൻസ് അസർട്ടീവ് ആണ്. ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് ആണ്. അസർട്ടീവ് മാത്രമാണോ? അല്ല, അതൊരു പോസിറ്റീവ് കൂടിയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അഫർമേറ്റീവ് എന്ന് പറയാം. അഫർമേറ്റീവ് ആണ്, അസർട്ടീവ് ആണ്, ഡിക്ലറേറ്റീവ് ആണ്. അടുത്ത ചോദ്യം, ചൂസ് എ സെന്റൻസ് ദാറ്റ് ഈസ് റിട്ടൺ കറക്റ്റ്ലി. എട്ടാമത്തെ, choose a sentence that is written correctly. Our pets alone in the library. I leave my dog outside. He is very well behaved. Do I hear him barking? ഒന്നാമത്തത് കറക്റ്റ് അല്ല. ആർ ഈസ് അതായത് ഒരു ഓക്സിലറിയിൽ നിന്ന് ആരംഭിക്കുന്ന സെന്റൻസുകളെല്ലാം എപ്പോഴും ഇന്ററോഗേറ്റീവ് ആയിരിക്കും. അപ്പൊ അതിനുള്ള ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഇന്ററോഗേറ്റീവ് ആയിരിക്കും. ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ ഒന്നെങ്കിൽ യെസ് ഓർ ടൈപ്പ് ആയിരിക്കും, അതായത് ഓക്സിലറി എന്നായിരിക്കും ആരംഭിക്കുക, അല്ലെങ്കിൽ WH വേർഡ്സിലായിരിക്കും ആരംഭിക്കുക. വാട്ട്, വിച്ച്, വേർ, വെന്, വൈ. അപ്പൊ ഇത് ഓക്സിലറിയിൽ ആരംഭിച്ചത് കൊണ്ട് തന്നെ ദിസ് ആൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ദോ ദർ ഷുഡ് ബി ക്വസ്റ്റ്യൻ മാർക്ക്. 2, ഐ വിൽ ലീവ് മൈ ഡോഗ് ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ഐ വിൽ സബ്ജക്റ്റിൽ നിന്ന് ആരംഭിച്ച് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് പാടില്ല. അങ്ങനെ ഇതൊരു അസർട്ടീവ് സെന്റൻസ് ആണ്. ഓക്കെ, ഇത് തെറ്റാണ്. നമ്മുടെ ചോദ്യം പാടില്ല, ഫുൾ സ്റ്റോപ്പ് ആയിരിക്കണം. ഇനി അടുത്തത്, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, സംഭവം ശരിയാണ്. പക്ഷേ ഒരു സെന്റൻസ് ആരംഭിക്കുമ്പോൾ എപ്പോഴും ഒരു അസർട്ടീവ് സെന്റൻസ് ആരംഭിക്കും. ഇത് അസർട്ടീവ് ആണ്, പക്ഷെ ഒരു ക്യാപ്സ് ലെറ്ററിലെ തുടങ്ങാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ചോദ്യമാണ്. ഡു അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക്. ഡൂല് ഓക്സിലറിയിൽ ആരംഭിച്ചുകൊണ്ട് അറ്റത്ത് ചോദ്യം ഉണ്ട്. സോ ഇതൊരു ഇന്ററോഗേറ്റീവ്. ഇത് ശരിയായ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഒന്നുകിൽ ഓക്സിലറിയിലായിരിക്കും തുടങ്ങുക, അല്ലെങ്കിൽ WH വേർഡിലായിരിക്കും. ഗോട്ട് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഹൂ ഈസ് ദ ബോയ് ഓൺ ദ റെഡ് ബൈസിക്കിൾ? ദിസ് സെന്റൻസ് ഈസ് ആൻ. ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? 9ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി എന്നാണ് പറയുന്നത്. ആണോ? നമുക്കറിയാം എപ്പോഴും WH വേർഡിലോ അല്ലെങ്കിൽ ഓക്സിലറി വെർബിലോ ആരംഭിക്കുന്ന വാക്കുകൾ എന്തായിരിക്കും? ചോദ്യമായിരിക്കും. ചോദ്യങ്ങളെ
ഇൻറ്ററോഗേറ്റീവ് എന്നാണ് വിളിക്കുക. ഓപ്ഷൻ ഡി ആണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ക്യൂട്ട് ദ ബേബി ലുക്സ്. ഹൗ ക്യൂട്ട് ദ ബേബി ലുക്സ്. ഇതോ ഒരു സംശയവും വേണ്ട, ആശ്ചര്യ ചിഹ്നം ഉണ്ട് അല്ലേ. ഇത് 2016 ചോദിച്ചൊരു ചോദ്യമാണ്. ആശ്ചര്യ ചിഹ്നം ഉണ്ടെങ്കിൽ എക്സ്ക്ലമേഷൻ ആണ്, അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരി. ഈ ടോപ്പിക് പഠിച്ചില്ലേ? പഠിച്ചു. ഇപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് സെന്റൻസിന്റെ പകുതിയെ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ 4 തിരിക്കുന്നു എന്ന് പഠിച്ചു. അതേപോലെ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലും 4 തിരിക്കും. നമ്മൾ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് നമ്മൾ അടുത്ത ദിവസമാണ് പഠിക്കാൻ പോണത്. നെക്സ്റ്റ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞാൽ റെക്കോർഡഡ് അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ എൻ്റെ കൂടെ തന്നെ നോട്ടും കൂടെ അവൈലബിൾ ആയിരിക്കും ആപ്പിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ ടുമോറോ കാണാം. എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്. ലൈവിൽ തന്നെ പഠിച്ചു പോവുക. ഇംഗ്ലീഷ് ഫുൾ സിലബസ് നിങ്ങൾക്ക് പഠിക്കാം. നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞൊരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് നഷ്ടപ്പെടില്ല. എല്ലാ അഡ്വാൻസ്ഡ് ആൻഡ് ബേസിക് പോയിന്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും നേരത്തെ ഇപ്പോൾ പ്രണവ് പറഞ്ഞ പോലെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം കേട്ടോ, മെസ്സേജ് ഇടാം. എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.